For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെയും ദിലീപിന്റെയും നിരപരാധിത്വം തെളിയിക്കുവാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെയെന്ന് സംവിധായകനായ നാദിർ ഷാ. ഒന്നും ഓർക്കാതെ പ്രിയ സുഹൃത്ത് കലാഭവൻ മണിയുടെ ഫോണിലേക്ക് വെറുതെ വിളിച്ചു നോക്കിയെന്നും നാദിർ ഷാ പറയുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മണിയോടുള്ള സ്നേഹവും താനും ദിലീപും നിരപരാധിയുമാണെന്ന കാര്യവും നാദിർ ഷാ പങ്കുവച്ചത്. മണിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടുവെന്നും നാദിർ ഷാ പറഞ്ഞു. മണിയുടെ മൃതദേഹത്തിന് അരികിൽ താനും ദിലീപും നിൽക്കുന്ന ചിത്രവും നാദിർ ഷാ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെയും നാദിർ ഷായെയും ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് 12 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇരുവരും നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ്. കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണു തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും 1.5 കോടി രൂപ തന്നില്ലെങ്കിൽ ദിലീപിനെ കൊടുക്കുമെന്ന് പറഞ്ഞതായും നേരത്തെ നാദിർ ഷാ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ പോസ്റ്റിനുള്ള പ്രേക്ഷകരുടെ മറുപടിയാണ് ശ്രദ്ധേയമാകുന്നത്. 1.5 വർഷം മുമ്പ് മരിച്ചുപോയ മണിയുടെ പേര് കേസിലേക്ക് വലിച്ചിഴക്കുന്നത് സഹതാപം നേടിയെടുക്കുവാനുള്ള ഡ്രാമയാണെന്നും മനസ്സ് പതറുന്നതിന്റെ ലക്ഷണമാണിതെന്നും ഒരു ആരാധകന്റെ മറുപടി. മണിയുടെ പേരുപയോഗിച്ച് നിരപരാധിത്വം തെളിയിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് തെറ്റി നാദിർ ഷാ. മണി ഉണ്ടായിരുന്നുവെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ ഉണ്ടായേനെ. മണിച്ചേട്ടന്റെ ദുരൂഹ മരണത്തിൽ സത്യം തെളിയിക്കുവാൻ ആർജവം കാണിക്കാതിരിക്കുകയും ഇപ്പോൾ സ്വന്തം പ്രശ്നം വന്നപ്പോൾ മണിച്ചേട്ടനെ പറ്റി വിലപിക്കുന്നു. ഒരു സംശയം, ജീവിച്ചിരിക്കുന്ന ഒരാൾ പോലുമില്ലേ സത്യം തെളിയിക്കുവാനും കൂടെ നിൽക്കുവാനും? അങ്ങനെ നാദിർ ഷായുടെ പോസ്റ്റിനെ എതിർത്തുകൊണ്ട് നിരവധി കമൻസുകളാണ് താഴെ വരുന്നത്. നാദിർ ഷായുടെ ഈ പോസ്റ്റിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.